നമസ്കാരം. ശരീരത്തിൽ എല്ലായിടത്തും നീർക്കെട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ വേദന, ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാവുക, ചുട്ടുപുകച്ചിൽ, ദേഹത്തിന് കൂടുതൽ താപം തോന്നിക്കുന്നൊരവസ്ഥ, രക്തദുഷ്ടി ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒരു കുളിയിലൂടെ ആശ്വാസം പകരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വാസമാവോ? ശരിയാണ്. ശരീരത്തിൽ നീർക്കെട്ട് അഥവാ വീക്കം ഉണ്ടാകുക വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പരിക്കോ അണുബാധയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണിത്. വളരെ പെട്ടെന്ന് വന്നു പോകുന്ന നീർക്കെട്ടുകളുണ്ട്, അതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നീർക്കെട്ടുകളും ഉണ്ട്. ഇത് ശരീരത്തിൽ നിന്ന് സുഖപ്പെടാനുള്ള ശരീരത്തിൻ്റെ ശ്രമം പല ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. നീർക്കെട്ടുകളെ ഭയക്കേണ്ടതില്ലെങ്കിലും അവ തിരിച്ചറിയേണ്ടതും കൃത്യമായി പരിഗണിക്കേണ്ടതും വളരെ അത്യാവശ്യവും കൂടിയാണ്. ഉദാഹരണത്തിന് സന്ധികളിലൊക്കെ തന്നെ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ചലിപ്പിക്കാൻ കഴിയാതെ സ്റ്റിഫായതുപോലെയൊക്കെ തന്നെ വരാം. അത് പിന്നെ വേദനയിലേക്ക് നയിക്കും. ഇത്തരം പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം നാൽപ്പാമര പട്ട ചേർക്കുന്നതാണ്. ഈ നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ നെഗ്രോദോദുംബര ശ്വത്ത പ്ലക്ഷ ത്വക് രക്തപിത്തജിത്ത് എന്നുള്ളതിൽ പറയുന്നു. ഇത് രക്തപിത്ത വികാരങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ്. ആലരയാല്, ഇത്തി, പേരാല് ഇങ്ങനെയുള്ള ഇത്തരം 4 കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ നാൽപ്പാമരം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് രക്തപിത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ചുട്ടുപുകച്ചിലോ, സ്കിൻ റാഷസോ, ചൊറിച്ചിലോ, അൾസർ, അസിഡിറ്റി, അമിതമായിട്ടുള്ള ചൂട്, ഇതൊക്കെ പെടാം. അതുപോലെ കഷായ രസ ശീതല ത്വക് ദോഷഹര എന്നുള്ളതാണ് പറയുന്നത്. കഷായ സ്വഭാവവും ശീതഗുണവുമുള്ള ഇവ ചർമ്മദോഷം കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റും എന്നുള്ളതിന് പുറമെ ഇത് എല്ലാം കൂടെ 4 എണ്ണം കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു നാൽപ്പാമര പട്ട എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിട്ട് കഴിഞ്ഞാൽ സ്കിന്നിൽ നല്ലൊരു രക്തപ്രവാഹമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്ന് നല്ല യങ്ങായിട്ടിരുത്താനും ആ ഒരു റേഡിയൻ ഗ്ലോ ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഈ വേദനയും നീർക്കെട്ടും കുറയ്ക്കുന്നതിന് പുറമേ ഉള്ളൊരു ഗുണം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുണ്ട്. 20 മുതൽ 30 ഗ്രാമൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ചീളുകളായിട്ട് കിട്ടും. അതൊന്ന് കിഴി കെട്ടിയിട്ട് ഒരു 3-5 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന വെള്ളം കൂടെ ചേർത്തിട്ട് ആക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേദനയും നീർക്കെട്ടൊന്നുമില്ല, അല്ലാതെ മുഖത്ത് മാത്രം ഒരു ക്ഷാലനം പോലെ അല്ല കഴുകാനായിട്ട് മാത്രമാണെങ്കിലും ആ വെള്ളം എടുത്തിട്ട് മുഖം ഡെയിലി വാഷ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ഏതെങ്കിലും ലോക്കലൈസ്ഡ് ഏരിയയിലാണ് വല്ലാണ്ട് നീരും വേദനയും അനുഭവപ്പെടുന്നത്, ഇപ്പോൾ മുട്ടിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാനുള്ള ഒരു എളുപ്പ വഴി മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മുരിങ്ങയുടെ ഇല നന്നായിട്ട് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് കെട്ടി വയ്ക്കുക.